സോ മോഡേൺ ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് കണ്ടതാണ് എന്ത് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ്. അപ്പൊ കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതെന്താ കൺസിഡർ ചെയ്യുന്നത്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ എല്ലാ എന്താ പറയാ എല്ലാ കൾച്ചർ വളരെ ഡിഫറെന്റ് ആണ്, എല്ലായിടത്തും പല കൾച്ചറാണ് എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് ആണ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പം ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ദേശം എന്ന് മാത്രമല്ല എവിടെയാണെങ്കിലും ദർ ഇസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ദാറ്റ് ഇസ് ദെയർ ഇൻ എവറി ഫീൽഡ്. ഒരു ഫീൽഡിൽ മാത്രമല്ല, ഇപ്പം സോഷ്യൽ ഫീൽഡിലാണെങ്കിലും എക്കണോമിക് ഫീൽഡിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എല്ലാം എന്തുണ്ട്, കൾച്ചറൽ ഡിഫറൻസസ് വളരെയധികമായിട്ടുണ്ട്. ആ ഒരു കൾച്ചറൽ ഡിഫറൻസസ് ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സ്കൂളിലെ പഠിത്തത്തിനെയോ ബിഹേവിയറിനെയോ എല്ലാം ബാധിക്കും എന്നുള്ള റിയലൈസേഷൻ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. സോ അസസ്മെന്റ് ദാറ്റ് അക്നോളജസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ദാറ്റ് ഇസ് കോൾഡ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ്. അപ്പൊ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് സ്റ്റുഡൻസിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട്സ് കൺസിഡർ ചെയ്ത് അതിന് ബേസ് ചെയ്ത് നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നതിനെയാണ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ കീ കോമ്പണൻസ് എന്തായിരിക്കും? ഒന്നെന്ന് പറയുന്നത് എന്താണ്, റെക്കഗ്നീഷൻ ഓഫ് കൾച്ചറൽ വാല്യൂസ് ആണ് അല്ലെ. സോ കൾച്ചറൽ വാല്യൂസ്, പല കൾച്ചറിനും പല വാല്യൂസ് ആണ് ഉണ്ടാവുക. അപ്പം ആ വാല്യൂസ് റെക്കഗ്നൈസ് ചെയ്യുക. അതേപോലെ തന്നെ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് അത് ആക്സെപ്റ്റ് ചെയ്യുക. പല രീതിയിലായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. ചിലരാണെങ്കിൽ എന്താണ്, ഒരു ഗ്രൂപ്പ് ഇതിനായിരിക്കും ഗ്രൂപ്പ് ആയിട്ടുള്ളൊരു ലേണിങ്ങിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടൊരു അപ്കമിങ്ങിനാണ് ചിലർ പ്രിഫറൻസ് കൊടുക്കുക. എന്നാൽ ചില കൾച്ചറിലാണെങ്കിൽ എന്താണ്, ഓരോ ഇൻഡിവിജ്വലും ആയിട്ടും ഇപ്പൊ നമ്മൾ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കൾച്ചർ, ഡെമോക്രാറ്റിക് കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. ഇപ്പൊ കൺട്രിയുടെ ബേസിസിലായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നതെങ്കിൽ പോലും ഇതെല്ലാം എന്തുണ്ട്, ഓരോ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, ചില കൾച്ചറിൽ കുറച്ചുകൂടെ സംസാരിക്കുന്നതിലും എന്താണ് സംസാരിക്കാതെ സ്പീച്ച്ലെസ് കമ്മ്യൂണിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന കൾച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ പലതും പല രീതിയിലും ഉണ്ട്. പിന്നെ എന്താണ്, അവയർനെസ് ഓഫ് കൾച്ചറൽ ലേണിംഗ് പ്രിഫറൻസസ്. അപ്പൊ ഓരോ കൾച്ചറിന്റെയും ലേണിംഗ് പ്രിഫറൻസസ് എന്താണ് അതിനെക്കുറിച്ചും അറിയുക. സോ ഇത് ഇങ്ങനെ ഒരു കൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടി ഏത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, വിത്ത് റെസ്പെക്ട് ടു വാട്ട് ആർ ഹിസ് വാല്യൂസ്, വിത്ത് റെസ്പെക്ട് ടു വാട്ട് ആർ ഹിസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഓർ ലേണിംഗ് പ്രിഫറൻസസ്, അങ്ങനെ നമ്മൾ അവരെ അസസ് ചെയ്യുന്നതിനെയാണ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കൂടി ചേർന്ന് നിന്ന് ആ കുട്ടിയെ അസസ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡന്റിന് എന്ത് ചെയ്യും, ഇപ്പൊ ലേണിംഗിൽ പോലും അങ്ങനെ ഒരു കൾച്ചറലി റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആ കൊണ്ടുവരുന്നതെങ്കിൽ ആ കുട്ടിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ സ്റ്റുഡന്റ് എൻഗേജ്മെന്റ് കൂടും. അതേപോലെ തന്നെ ആ കുട്ടിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ലേണിംഗ് ബെറ്റർ ആവും, ലേണിംഗ് ഔട്ട്കംസ് ബെറ്റർ ആവും. അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ കുട്ടിയുടെ കൾച്ചറിൽ നിന്ന് ആ കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടിയെ എന്താണ് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാണ്. അല്ല നമ്മളിപ്പം ഞാൻ പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പം റിച്ച് ആൻഡ് പുവർ തന്നെ എടുത്താൽ, സിറ്റി അല്ലെങ്കിൽ വില്ലേജ് കൾച്ചർ തന്നെ എടുത്താൽ നമ്മളിപ്പോ സിറ്റിയിലോട്ട് മാറും, പലപ്പോഴും ഹയർ എഡ്യൂക്കേഷൻ പറയുമ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് മാറാറുണ്ട്. അപ്പൊ സിറ്റിയിലേക്ക് മാറുമ്പോൾ ഒരു വില്ലേജ് കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയെ സിറ്റി കൾച്ചറിൽ ചെന്നിട്ട് അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്തായാലും ആദ്യം എന്തുണ്ടാവും, ഒന്ന് പുറകോട്ട് നിൽക്കും അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പുറകോട്ട് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും സിറ്റി കൾച്ചറിൽ നിന്ന് വന്നതും ഇങ്ങനെ ഒന്നോ രണ്ടോ പേര് മാത്രം വില്ലേജ് കൾച്ചറിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ പുറകോട്ട് നിൽക്കുന്നത്. അപ്പം അവരെ അങ്ങനെ സിറ്റി കൾച്ചറിലുള്ള അതിൽ തന്നെ വെച്ചിട്ട് ഈ വില്ലേജ് കൾച്ചറിൽ നിന്ന് വന്ന കുട്ടികളെ അസസ് ചെയ്യാൻ നിന്നാൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, ഒരു ഇക്വാളിറ്റി കൊണ്ടുവരുന്നില്ല. സോ കൾച്ചറൽ ബേസിസിൽ തന്നെ അല്ലെങ്കിൽ അവർ വില്ലേജേഴ്സ് ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരെ അസസ് ചെയ്താൽ വി ക്യാൻ പ്രൊവൈഡ് ബെറ്റർ ഇക്വാലിറ്റി there. ഓക്കെ, സോ അതാണ് കൾച്ചറലി റെസ്പോൺസീവ്. ഇനി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇവിടെ ബേസിക്കലി പറയാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, ഇന്ററാക്റ്റീവ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, സോ ഇന്ററാക്റ്റീവ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ബേസ്ഡ് അസസ്മെന്റ് റിഫ്ലക്ടിങ് കൾച്ചറൽ കൊളാബറേഷൻ സ്റ്റൈൽസ്. അതായത് ഗ്രൂപ്പ് അസസ്മെന്റ് ഒക്കെ ചെയ്യാൻ കൊടുക്കുക. അതിൽ എന്തുണ്ടാവണം, കൾച്ചറൽ ആയിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ടാവണം. ഓക്കെ, പിന്നെ എന്താണ്, പല പ്രോജക്റ്റുകളും കൾച്ചറൽ നോളജ് ബേസ് ചെയ്തിട്ടുള്ള പല പ്രോജക്റ്റുകൾ കൊടുക്കുക. അതേപോലെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ടാസ്കുകൾ കൊടുക്കുക. പിന്നെ എന്താണ്, കൾച്ചറലി റെലവെന്റ് പ്രോബ്ലംസിനെ നമ്മൾ എന്ത് ചെയ്യുക, അത് ലേണിംഗിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, സോ ലേണിംഗ് ഇന്ററാക്റ്റീവ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ററാക്റ്റീവ് ലേണിംഗിൽ നമ്മൾ എന്തും കൂടെ പ്രൊവൈഡ് ചെയ്യും, ആ കുട്ടിയെ കംഫർട്ടബിൾ ആക്കാൻ ആ കുട്ടിയുടെ കൾച്ചറൽ ബേസ് ചെയ്ത എന്താ പറയാ സ്റ്റൈൽസും പ്രോജക്ട്സും അല്ലെങ്കിൽ പ്രോബ്ലംസും ഇതൊക്കെ ആയിരിക്കും നമ്മൾ അതിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ രണ്ടാമത്തത് എന്താണ്, ഒത്തന്റിക് അസസ്മെന്റ് ഡിസൈൻ. ഒത്തന്റിക് അസസ്മെന്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന് ഇപ്പൊ നമ്മളൊരു അസൈൻമെന്റ് കൊടുത്താൽ ആ അസൈൻമെന്റ് സ്റ്റുഡന്റിന് എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പൊ റിലേറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് റിയലിസ്റ്റിക് ആവണം, അതേപോലെ റിലേറ്റബിളും ആവണം അല്ലെ. അപ്പം അതെന്താണ്, കൾച്ചറൽ കോണ്ടെക്സ്റ്റും കൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കുട്ടിയുമായിട്ട് അത് റിലേറ്റഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ്
കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ അങ്ങനെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന് അസസ്മെന്റ് ഡിസൈൻ, അത് എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരണം. രണ്ടാമത് എന്താണ്? ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക. ഓക്കെ, ഇനി കൾച്ചറൽ റെസ്പോൺസീവ് അസസ്മെന്റ് നമുക്ക് എങ്ങനെയാ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റുഡന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് മനസ്സിലാക്കണം. സ്റ്റുഡന്റിന്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ ഹെറിറ്റേജ് എന്താണ്, ലാംഗ്വേജ് പ്രിഫറൻസ് എന്താണ്, ലേണിംഗ് സ്റ്റൈൽ എന്താണ്, കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? സ്റ്റുഡന്റിനെ അസസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, രണ്ടാമത് എന്താണ്? അസസ്മെന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഡിസൈൻ കൺസിഡറേഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? ലാംഗ്വേജ് ആക്സസിബിൾ ആണോ? ഇപ്പൊ നമ്മുടെ നാട്ടില് മലയാളം പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇംഗ്ലീഷും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഹിന്ദി പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട്, മീൻസ് പുറത്തുനിന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വളരെയധികം ബംഗാളി പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെ അത് എന്താ പറയാ വെസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യ, ഈസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യ ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവർക്ക് നമ്മൾ മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ ചിലപ്പോൾ എന്താവില്ല? ലാംഗ്വേജ് ആക്സസിബിൾ ആവില്ല അല്ലേ? അപ്പം അവരുടെ കൾച്ചർ അല്ല, അവരുടെ ലാംഗ്വേജ് അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം? ആ പേപ്പർ കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ഇടാൻ. ഓക്കെ, അപ്പൊ അത് കൺസിഡർ ചെയ്യുക. അതേപോലെ എന്താണ്? കൾച്ചറൽ കോണ്ടെക്സ്റ്റ് കൺസിഡർ ചെയ്യുക. അതേപോലെ ഒരേ മെറ്റീരിയൽ വെച്ച് മാത്രം നമ്മൾ റിപ്രസെന്റ് ചെയ്യാതെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ പല രീതിയിൽ പഠിപ്പിക്കുക, പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഡ്രസ്സിന്റെ കാര്യം പോലും പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കേരള ആയിട്ട് കൺഫേം ചെയ്യാതെ പല രീതിയിലെ ഡ്രസ്സുകൾ നമ്മൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ? അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പറയുക മാത്രമല്ല, നമുക്ക് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാം. മൾട്ടിപ്പിൾ മോഡ് നമ്മളെപ്പോഴും ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ വരുന്ന സ്ട്രാറ്റജി എന്താണ്? ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് ആണ്. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക, അതേപോലെ തന്നെ ഓൾട്ടർനേറ്റ് അസസ്മെന്റ് ഫോർമാറ്റ്സ് യൂസ് ചെയ്യുക, പിന്നെ എന്താണ്? കൾച്ചറും കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം അവിടെ ഡിവൈസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? കൾച്ചറലി റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു അസസ്മെന്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്? കൾച്ചറിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ അസസ്മെന്റ് പ്രോസസ്സിനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കൾച്ചറൽ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. ഒന്നെന്താണ്? നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റ് ആകാം, രണ്ടാമത് സമ്മേറ്റീവ് ആയിട്ടുള്ള അസസ്മെന്റ് ആവാം, മൂന്നാമത് പെർഫോമൻസ് അസസ്മെന്റ് ആവാം. അല്ലെ, ഫോർമേറ്റീവ് നമുക്കറിയാം എങ്ങനെയാണ്? കൾച്ചറലി റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഒബ്സർവ് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, അങ്ങനെയൊക്കെ എന്താണ്? നമുക്ക് ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് അവിടെ നടത്താം. സമ്മേറ്റീവ് ആകുമ്പോൾ എന്താണ്? പ്രോജക്ട്സ്. ഓക്കെ, കൾച്ചറലി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്ട് ഓപ്ഷൻസ് കൊടുക്കുക. അതേപോലെ എന്താണ്? ഓൾട്ടർനേറ്റീവ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്സ് കൊടുക്കുക. പിന്നെ എന്താ? കൾച്ചറൽ നോളജ് ഇന്റഗ്രേഷൻ കൊണ്ടുവരിക. അതായത് ഇപ്പൊ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്ന ഫൈനൽ എക്സാംസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അതില് ഫൈനൽ എക്സാംസിനൊക്കെ വരുമ്പോൾ എന്താണ്? പ്രോജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വൈഡർ വെറൈറ്റി ഓഫ് പ്രോജക്ട്സ് കൊടുക്കാം അല്ലെ? അതേപോലെ എന്താണ്? ഓൾട്ടർനേറ്റ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്സ്, അതായത് ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ പല മെത്തേഡ്സിൽ അവരുടെ നോളജിനെ അവർക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാം. ഓക്കെ, പിന്നെ പെർഫോമൻസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫോമൻസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ കൾച്ചറലി റെലവെന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൾച്ചറിന്റെ സ്ട്രെങ്ത് അവിടെ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു അസൈൻമെന്റ് കൊടുക്കുമ്പോൾ ഇഫ് വി ആർ ഗിവിംഗ് ഇറ്റ് ആസ് നിങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ട്രൈബൽ കുട്ടികൾ നമ്മുടെ കൂടെ പഠിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ജനറലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ കൊടുക്കുന്നതിന് പകരം ഒരു എന്താ പറയാ ജനറൽ ആയിട്ട് ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ട്രൈബൽ ഫെസ്റ്റിവലിനെ കുറിച്ച് എഴുതാം. അപ്പൊ ഞാൻ പറയാണ് എന്താ പറയാ ഹോളി. ഓക്കെ, ഹോളി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആണ്. അപ്പൊ നമ്മുടെ ഒരു CBSE ക്വസ്റ്റ്യൻ പേപ്പർ, CBSE എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ആണല്ലോ. അപ്പൊ CBSE ക്വസ്റ്റ്യൻ പേപ്പറിൽ റൈറ്റ് അബൌട്ട് ഹോളി ഇൻ 10 സെന്റൻസസ് എന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മീൻസ് അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നല്ല കേട്ടോ, ഫോർ ആൻ എക്സാമ്പിൾ. സോ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് കുട്ടികൾക്ക് എന്തുണ്ടാവില്ല? ഈ ഹോളിയെ കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. എന്നാൽ നോർത്ത് ഇന്ത്യൻസിനാണെങ്കിലോ ദേ ലീവ് അല്ലെ, ആ ഒരു ഹോളി എന്നുള്ളത് അവർ ആക്ച്വലി എൻജോയ് ചെയ്തിട്ടുണ്ട്, ചെറുപ്പം തുടങ്ങി കണ്ടിട്ടുണ്ട്. ഫെസ്റ്റിവൽ. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? എക്സ്പ്ലെയിൻ ആ ഫെസ്റ്റിവൽ വിച്ച് യു സെലിബ്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഓണത്തെ കുറിച്ചും എഴുതാം, അവർക്ക് ഹോളിയെ കുറിച്ചും എഴുതാം. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്ന? ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കൾച്ചറൽ സ്ട്രെങ്ത് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. സോ അതാ പറയുന്നത്, ഈ പെർഫോമൻസ് അസസ്മെന്റ് എന്തായിരിക്കണം? കൾച്ചറൽ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുന്നതും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിരിക്കണം. സോ നമുക്ക് എന്താണ്? ആ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിനുള്ള ഒരു ചാൻസും അവിടെ ഈ ഒരു അസസ്മെന്റിൽ കിട്ടണം. പിന്നെ എങ്ങനെ നമുക്ക് ഫെയർനെസ് എൻഷുർ ചെയ്യാം? ആസ് യൂഷ്വൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ബയസിങ് ഉണ്ടാവരുത് അല്ലെ. ബയസിങ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം കേരളത്തിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓണം എന്ന് പറയുന്നത് ഓക്കെ, പക്ഷെ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓണത്തെ പറ്റി എഴുതാന്ന് പറയുന്നത് എന്താണ്? ബയസിങ് തന്നെയാണ് അല്ലെ. അപ്പം റിവ്യൂ മെറ്റീരിയൽസിനെ പ്രോപ്പർ ആയിട്ട് റിവ്യൂ ചെയ്യുക, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക.
ഓക്കെ, പിന്നെന്താ ഡൈവേഴ്സ് പെർസെപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക, ലാംഗ്വേജ് കൺസിഡർ ചെയ്യുക, അതേപോലെ കൾച്ചറൽ വാലിഡിറ്റി കൺസിഡർ ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്ത് കൾച്ചറലി ഫെയർ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ്. നമ്മളിപ്പോ രണ്ട് അസസ്മെന്റ് ടൈപ്സ് ആ പഠിച്ചത്. എന്തൊക്കെയാണ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റും കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പോയിന്റ്സ് ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഈ സ്ലൈഡില്. അതിന്റെ കൂട്ടത്തില് ഇത് രണ്ടും നമ്മളിപ്പോ ഫോളോ ചെയ്യുവാണെങ്കിൽ ഓക്കെ, രണ്ടും എന്താണെന്ന് നമ്മൾ കണ്ടു. ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്താണെന്നും കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇപ്പൊ രണ്ടും കമ്പൈൻ ചെയ്താൽ ഒരു കുട്ടിക്ക് എങ്ങനെയായിരിക്കും ഗുണമുണ്ടാവുക? ആ കുട്ടിയുടെ ലേണിംഗ് എന്തായിരിക്കും? ലേണിംഗ് ഔട്ട്കംസ് ഇംപ്രൂവ്ഡ് ആയിരിക്കും, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് ഇക്വാലിറ്റി കൊണ്ടുവരാം. അതേപോലെ എന്താണ് സ്റ്റുഡൻസിന് റെപ്രസെന്റേഷൻ കിട്ടും അല്ലെ? ഇപ്പം ഞാൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഇച്ചിരി വില്ലേജ് ഏരിയ എന്നുള്ള ഒരു കുട്ടി മാത്രം നമ്മുടെ എന്താ പറയാ ഒരു സിറ്റിയിൽ കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ആ എന്താ പറയാ അവിടെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന എപ്പോഴാണ് ആ കുട്ടിയെയും കൂടെ കൺസിഡർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോഴല്ലേ. അപ്പം അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ വരും. പിന്നെ എന്താണ് അങ്ങനെ വന്നാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. പിന്നെ അതാണ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള അസസ്മെന്റ് നമുക്ക് കിട്ടും. സോ ഇതാണ് അതിന്റെ ഒരു കമ്പൈൻഡ് ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്.